കിച്ചൺ സിങ്ക് റിപ്പയർ. കേടായ വസ്തുക്കളുടെ കേടുപോക്കി അവയെ വീണ്ടും പഴയപടിയാക്കുന്നതിനെയാണ് റിപ്പയർ എന്ന് പറയുന്നത്. കിച്ചൺ സിങ്കിൽ പൊതുവെ ചോർച്ചയോ അഴുക്കടിഞ്ഞ് തടസ്സമുണ്ടാകുകയോ ചെയ്യാം. അവ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. കിച്ചൺ സിങ്ക് റിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയാണെന്നും റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നു. റിപ്പയർ അനുസരിച്ച് റിപ്പയറിനുള്ള ഉപകരണങ്ങളിൽ മാറ്റമുണ്ടാകാം. സിങ്കിന്റെ ചോർച്ച അടയ്ക്കാൻ സ്ക്രൂ ഡ്രൈവർ, ഹാക്സോ ബ്ലേഡ്, സിലിക്കൺ സീലന്റ്, സീലന്റ് ഗൺ എന്നിവ വേണം. കിച്ചൺ സിങ്ക് റിപ്പയർ. ചോർച്ച. കിച്ചൺ സിങ്കിന്റെ ചോർച്ച അടയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കിച്ചൺ സിങ്കിന്റെ അടിയിൽ ചോർച്ചയുള്ളതായി കാണാം. കിച്ചൺ സിങ്കിന്റെ ചോർച്ച അടയ്ക്കാൻ ഉപകരണങ്ങളും വസ്തുക്കളും എടുക്കുക. സ്ക്രൂ ഡ്രൈവർ, ഹാക്സോ ബ്ലേഡ്, സിലിക്കൺ സീലന്റ്, സീലന്റ് ഗൺ എന്നിവ ആവശ്യം വരും. കിച്ചൺ സിങ്കിന്റെ അടിയിലുള്ള പി ട്രാപ്പ് മാറ്റുക. ഇത് പി ട്രാപ്പ് അല്ല, സാധാരണ പൈപ്പാണ്. ഈ കിച്ചൺ സിങ്കിന്റെ പൈപ്പ് യോജിപ്പിച്ചിരിക്കുന്ന ഫ്ലോർ ട്രാപ്പിലാണ് വാട്ടർ സീൽ നിലനിർത്തിയിരിക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ അഴിച്ച് വേസ്റ്റ് സ്ട്രെയിനർ മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ കിച്ചൺ സിങ്കിന്റെ അടിയിൽ നിന്ന് വേസ്റ്റ് കപ്ലിങ്ങിനെയും വേർപെടുത്തും. വേസ്റ്റ് കപ്ലിങ്ങിൽ റബ്ബർ വാഷർ ഉള്ളതായി കാണാം. സിലിക്കൺ സീലന്റ് ട്യൂബ് മുറിച്ച് അതിനെ സീലന്റ് ഗണ്ണിൽ ഇടുക. വേസ്റ്റ് സ്റ്റെയിനറിന്റെ റിമ്മിന്റെ അടിയിൽ സിലിക്കൺ സീലന്റ് ഇടുക. സിലിക്കൺ സീലന്റ് പുരട്ടിയ വേസ്റ്റ് സ്ട്രെയിനർ കിച്ചൺ സിങ്കിന്റെ ഡ്രെയിൻ ദ്വാരത്തിൽ വയ്ക്കുക. വേസ്റ്റ് കപ്ലിങ്ങിലുള്ള റബ്ബർ വാഷറിന്റെ പ്രതലത്തിൽ സിലിക്കൺ സീലന്റ് ഇടുക. സിലിക്കൺ സീലന്റ് തേച്ച റബ്ബർ വാഷറുള്ള വേസ്റ്റ് കപ്ലിംഗ് കിച്ചൺ സിങ്കിന്റെ അടിയിലുള്ള വേസ്റ്റ് സ്ട്രെയിനറിൽ വയ്ക്കുക. സ്ക്രൂ വെച്ച് മുറുക്കി വേസ്റ്റ് കപ്ലിങ്ങിനെയും വേസ്റ്റ് സ്ട്രെയിനറിനെയും ബന്ധിപ്പിക്കുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ മുറുക്കുക. കൗണ്ടർ ടോപ്പിലും സിങ്കിലും പറ്റിക്കിടക്കുന്ന സിലിക്കൺ സീലന്റ് കോട്ടൺ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. പൈപ്പിന്റെ ഒരറ്റം വേസ്റ്റ് കപ്ലിങ്ങിലും രണ്ടാമത്തെ അറ്റം ഡ്രെയിനേജ് പൈപ്പിലും ബന്ധിപ്പിക്കുക. കിച്ചൺ സിങ്ക് ഫോസ്റ്റ് തുറന്ന് കിച്ചൺ സിങ്കിന്റെ അടിയിൽ ചോർച്ചയുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ചോർച്ചയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയകരമായി കിച്ചൺ സിങ്കിന്റെ ചോർച്ച അടച്ചിരിക്കുന്നു. അവലോകനം. കണ്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തു നോക്കാം. കിച്ചൺ സിങ്കിന് താഴെയുള്ള പൈപ്പ് മാറ്റുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ അഴിച്ച് വേസ്റ്റ് സ്ട്രെയിനറും വേസ്റ്റ് കപ്ലിങ്ങും മാറ്റുക. വേസ്റ്റ് സ്ട്രെയിനറിന്റെ അടിയിലുള്ള റിമ്മിൽ സിലിക്കൺ സീലന്റ് ഇടുക. കിച്ചൺ സിങ്കിന്റെ ഡ്രെയിൻ ദ്വാരത്തിൽ വേസ്റ്റ് സ്ട്രെയിനർ വയ്ക്കുക. വേസ്റ്റ് കപ്ലിങ്ങിലുള്ള റബ്ബർ വാഷറിന്റെ പ്രതലത്തിൽ സിലിക്കൺ സീലന്റ് ഇടുക. സ്ക്രൂ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറുക്കി വേസ്റ്റ് കപ്ലിങ്ങിനെയും വേസ്റ്റ് സ്ട്രെയിനറിനെയും ബന്ധിപ്പിക്കുക. പൈപ്പിന്റെ ഒരറ്റം വേസ്റ്റ് കപ്ലിങ്ങിലും രണ്ടാമത്തെ അറ്റം ഡ്രെയിനേജ് പൈപ്പിലും ബന്ധിപ്പിക്കുക.
കിച്ചൺ സിങ്ക് ഫോസറ്റ് തുറന്ന് കിച്ചൺ സിങ്കിന്റെ അടിയിൽ ചോർച്ചയുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ചോർച്ചയില്ല. ഇനി പഠിക്കാൻ പോകുന്നത് തടസ്സമുള്ള ഒരു കിച്ചൺ സിങ്കിന്റെ തടസ്സം നീക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കിച്ചൺ സിങ്കിന്റെ തടസ്സം നീക്കുന്നതിന് തയ്യാറെടുക്കുക. നടപടി 1. പണിയായുധങ്ങൾ എടുക്കുക. ഒരു കിച്ചൺ സിങ്കിന്റെ തടസ്സം നീക്കുന്നതിന് 1/2 ഇഞ്ച് നീളമുള്ള ഒരു പൈപ്പ് മാത്രം മതിയാകും. നമുക്ക് നോക്കാം. ഒരു കിച്ചൺ സിങ്കിന്റെ തടസ്സം നീക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കിച്ചൺ സിങ്കില് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. തടസ്സം നീക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എടുക്കുക. ഒരു കിച്ചൺ സിങ്കിന്റെ തടസ്സം നീക്കുന്നതിന് 1/2 ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പ് മാത്രം മതിയാകും. കിച്ചൺ സിങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കളയാൻ സിങ്കിന്റെ താഴെയുള്ള പൈപ്പ് മാറ്റുക. പൊതുവെ ഇതൊരു പി ട്രാപ്പായിരിക്കും. പക്ഷെ ഇവിടെ അതല്ല. സിങ്കിന്റെ അടിയിൽ ബക്കറ്റ് വയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നീക്കിയ പൈപ്പിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക. അതിനാൽ ഗ്രീസ് ചേംബറിലേക്ക് മലിനജലം കൊണ്ടുപോകുന്ന ഡ്രെയിനേജ് പൈപ്പിൽ തടസ്സമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കെട്ടിടത്തിന്റെ പുറത്തുള്ള ഗ്രീസ് ചേംബറിന്റെ 2 ഹാൻഡിലും പിടിച്ച് ഗ്രീസ് ചേംബർ തുറക്കുക. ഭാരക്കൂടുതൽ ഉണ്ടെങ്കിൽ തുറക്കാൻ 1-2 ആൾക്കാരുടെ സഹായവും തേടാം. ഗ്രീസ് ചേംബറിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേതിൽ ഇൻലെറ്റ് പൈപ്പും രണ്ടാമത്തേതിൽ ഔട്ട്ലെറ്റ് പൈപ്പുമുണ്ട്. ഗ്രീസ് ചേംബറിന്റെ ഇൻലെറ്റ് പൈപ്പ് ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. തടസ്സത്തിനുള്ള കാരണം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. തടസ്സം നീക്കാൻ കിച്ചൺ സിങ്കിന്റെ അടിയിലുള്ള ഡ്രെയിനേജ് പൈപ്പിലൂടെ 1/2 ഇഞ്ച് വ്യാസമുള്ള ഹോസ് പൈപ്പ് കുത്തിക്കയറ്റി വെള്ളം ഫ്ലഷ് ചെയ്യുക. ഗ്രീസ് ചേംബറിന്റെ ഇൻലെറ്റ് പൈപ്പിൽ തടസ്സമുണ്ടാക്കിയിരിക്കുന്ന അഴുക്ക് പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്നു. ഇപ്പോൾ ഗ്രീസ് ചേംബർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കിച്ചൺ സിങ്കിൽ നിന്നുള്ള മലിനജലം ഗ്രീസ് ചേംബറിന്റെ ഇൻലെറ്റ് പൈപ്പിലൂടെ വരുന്നുണ്ട്. കട്ടിയുള്ള വസ്തുക്കൾ ആദ്യ ഭാഗത്ത് നിൽക്കുകയും മലിനജലം തൊട്ടു താഴെയുള്ള ചേംബറിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. പിന്നീട് ഔട്ട്ലെറ്റ് പൈപ്പ് ഈ ജലത്തെ പ്രധാന ഡ്രെയിനേജ് സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഗ്രീസ് ചേംബർ നന്നായി പ്രവർത്തിക്കുന്നത് തടസ്സം ഇല്ലാത്തതുകൊണ്ടാണ്. ഹോസ് പൈപ്പ് മാറ്റി ഗ്രീസ് ചേംബർ അടയ്ക്കുക. പി ട്രാപ്പ് ഉറപ്പിക്കുക. ഈ അവസരത്തിൽ കിച്ചൺ സിങ്കിന്റെ അടിയിലുള്ള പൈപ്പ് മാത്രം ഉറപ്പിച്ചാൽ മതി. പൈപ്പിന്റെ ഒരറ്റം വേസ്റ്റ് കപ്ലിങ്ങിലും മറ്റേ അറ്റം ഡ്രെയിനേജ് പൈപ്പിലും യോജിപ്പിച്ചിരിക്കുകയാണ്. ടാപ്പ് തുറന്ന് ഡ്രെയിൻ ദ്വാരത്തിലൂടെ വെള്ളം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു കിച്ചൺ സിങ്കിന്റെ തടസ്സം നീക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. ഓർമ്മയിൽ വയ്ക്കുക. അവലോകനം. കണ്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തു നോക്കാം. കിച്ചൺ സിങ്ക് ശൂന്യമാക്കുന്നതിന് സിങ്കിന്റെ താഴെയുള്ള പൈപ്പ് മാറ്റുക. ഗ്രീസ് ചേംബർ തുറക്കുക. അതിലെ ഇൻലെറ്റ് പൈപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. കിച്ചൺ സിങ്കിന്റെ അടിയിൽ നിന്ന് ഡ്രെയിനേജ് പൈപ്പിലൂടെ 1/2 ഇഞ്ച് നീളമുള്ള പൈപ്പ് കുത്തിക്കയറ്റി വെള്ളം ഫ്ലഷ് ചെയ്യുക.
അപ്പോൾ ഗ്രീസ് ചേംബറിന്റെ ഇൻലെറ്റ് പൈപ്പിലെ തടസ്സം നീങ്ങുന്നു. ഹോസ് പൈപ്പ് മാറ്റി ഗ്രീസ് ചേംബർ അടയ്ക്കുക. കിച്ചൺ സിങ്കിന്റെ അടിയിലൂടെ പൈപ്പ് ഉറപ്പിക്കുക. പൈപ്പ് തുറന്ന് വെള്ളം ശരിക്കും ഒഴുകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സുരക്ഷാ നിർദ്ദേശങ്ങൾ: കിച്ചൺ സിങ്കും പൈപ്പുകൾക്കും കേട് സംഭവിക്കാതിരിക്കാൻ ശരിയായ ഉപകരണം ഉപയോഗിക്കുക. ജോലി കഴിഞ്ഞാലുടൻ ഉപകരണങ്ങൾ മാറ്റിവെക്കുക. ഉപകരണങ്ങൾ തറയിൽ വയ്ക്കരുത്, അതിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. നനവുള്ള സ്ഥലത്ത് ജോലിയെടുക്കുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ ശരിയായ വിധത്തിലുള്ള ചെരുപ്പ് ധരിക്കുക. കൈയുറകളും ഉപയോഗിക്കുക. തടസ്സമുള്ള കിച്ചൺ സിങ്ക് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നും കിച്ചൺ സിങ്കിന്റെ ചോർച്ച അടയ്ക്കുന്നത് എങ്ങനെയെന്നും ഇപ്പോൾ മനസ്സിലായല്ലോ. പഠനം നിങ്ങൾക്ക് രസകരമായിരുന്നില്ലേ? നന്ദി.